തെക്കൻ ലെബനനിൽ ഇസ്രായേൽ കരയുദ്ധം ആരംഭിച്ചിരിക്കുന്നു. തിങ്കളാഴ്ച രാത്രിയോടെയാണ് ഇസ്രായേൽ ടാങ്കറുകൾ ലെബനൻ അതിർത്തി കടന്നത്. ബെയ്റൂത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ളവരോട് ഒഴിഞ്ഞുപോകാൻ ആക്രമണത്തിന് മുമ്പ് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കരവഴിയുള്ള ഇസ്രായേൽ നീക്കം തടയാൻ തങ്ങൾ സജ്ജമാണെന്നാണ് ഹിസ്ബുള്ള ഡെപ്യൂട്ടി ലീഡർ നയീം ഹാസിം പറഞ്ഞത്. അതിനിടെ അയൽരാജ്യമായ സിറിയയിലേക്ക് കടന്നാൽ ഇസ്രായേൽ സൈന്യത്തിന് എന്തും സംഭവിക്കാമെന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. മാരകമായൊരു അപകടം സിറിയയിൽ ഇസ്രായേൽ സൈന്യത്തെ അവിടെ കാത്തിരിപ്പുണ്ട്. പല രാജ്യങ്ങൾക്കും പൊതു സൈന്യത്തിന് പുറമെ സ്പെഷ്യൽ ഫോഴ്സുകൾ ഉണ്ടാവാറുണ്ട്. എപ്പോഴും ദൗത്യത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്നതുമായ സേനകളാണിവ. ഇത്തരം സ്പെഷ്യൽ ഫോഴ്സുകളിൽ ലോകപ്രശസ്തമായ പലതുമുണ്ട്. അതിലൊന്ന് റഷ്യയുടെ ആൽഫ ഗ്രൂപ്പാണ്. 1979 മുതൽ 1987 വരെ അഫ്ഗാനിൽ നടന്ന സോവിയറ്റ് യുദ്ധമാണ് ആൽഫയെ പ്രശസ്തമാക്കിയത്. അക്കാലത്ത് അഫ്ഗാൻ പ്രസിഡന്റ് ഹഫീസുള്ള അമീനെ രാജ്ബൽ കൊട്ടാരത്തിൽ കടന്നുകയറി ആൽഫ വധിക്കുകയായിരുന്നു. സ്പെറ്റ്നാസ് എന്ന വലിയ സേനയുടെ ഉപവിഭാഗങ്ങളിൽ ഒന്നാണ് ആൽഫ. റഷ്യൻ യുദ്ധമുന്നണിയുടെ കുന്തമുന എന്നാണ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് യൂണിറ്റായ സ്പെറ്റ്നാസ് അറിയപ്പെടുന്നത്. FSB സ്പെറ്റ്നാസ്, നേവി സ്പെറ്റ്നാസ്, എയർബോൺ ഫോഴ്സസ് സ്പെറ്റ്നാസ്, GRU സ്പെറ്റ്നാസ്, KSSO എന്നീ 5 അടിസ്ഥാന വിഭാഗങ്ങളായിട്ടാണ് സ്പെറ്റ്നാസ് വിഭജിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനുള്ളിൽ ഒട്ടേറെ ബ്രിഗേഡുകളും ഉപബ്രിഗേഡുകളും ഉണ്ടാകാം. ഒന്നാം ലോക യുദ്ധം മുതലുള്ള ചരിത്രമുണ്ട് സ്പെറ്റ്നാസിന്. ഒന്നാം ലോക യുദ്ധ സമയത്ത് ജർമ്മൻ സേനയുടെ മുന്നേറ്റം തടയാനാണ് സ്പെറ്റ്നാസ് രൂപകൽപ്പന ചെയ്തത്. അന്നത്തെ കാലത്ത് യുക്രൈൻകാരും ലാത്തിയക്കാരും ഈ സേനയിൽ അംഗങ്ങളായിരുന്നു. കരയിലും വെള്ളത്തിലും ഒരുപോലെ ആക്രമണം നടത്താൻ പ്രാഗൽഭ്യമുള്ള പടയാളികൾ, കവചിത വാഹനങ്ങൾ, ഡ്രോണുകൾ, അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങൾ തുടങ്ങി സർവ്വസന്നാഹങ്ങളും അടങ്ങിയതാണ് സ്പെറ്റ്നാസ്. ഇവയ്ക്ക് സ്വന്തമായി നാവിക വിഭാഗവുമുണ്ട്. വ്ളാഡിവോസ്റ്റോക്ക്, പസഫിക് ഫ്ലീറ്റ്, നോർത്തേൺ ഫ്ലീറ്റ്, സെവാസ്റ്റോപോൾ, ബ്ലാക്ക് സീ ഫ്ലീറ്റ് തുടങ്ങി റഷ്യയുടെ പ്രശസ്തമായ നാവിക കമാൻഡുകളിലെല്ലാം ഈ സ്പെറ്റ്നാസ് യൂണിറ്റുകളുമുണ്ട്. ഇക്കൂട്ടത്തിൽ 14ാം സ്പെറ്റ്നാസ് യൂണിറ്റ് വളരെ വൈദഗ്ധ്യമുള്ളവരാണ്. വിവരങ്ങൾ ചോർത്താനും രഹസ്യയുദ്ധം നടത്താനും ഇവർക്ക് കഴിവുണ്ട്. കൊലകൾ നടത്തുന്നതിൽ വൈദഗ്ധ്യം സിദ്ധിച്ച കൊലയാളി സൈനികരും ഈ ബ്രിഗേഡിലുണ്ട്. റഷ്യൻ സേനയിലെയും മറ്റ് സ്പെഷ്യൽ ഫോഴ്സുകളിലെയും എണ്ണം പറഞ്ഞ സൈനികരെ ഉൾപ്പെടുത്തിയാണ് സ്പെറ്റ്നാസ് ഒരുക്കുന്നത്. 1998 വനിതകൾക്കായുള്ള പ്രത്യേക ബറ്റാലിയനും റഷ്യൻ സ്പെറ്റ്നാസ് സ്ഥാപിച്ചു. കേണൽ ഓർഗ എന്ന പിൽക്കാലത്ത് പ്രശസ്തയായ റഷ്യൻ ഉന്നത സൈനിക ഉദ്യോഗസ്ഥ ഉൾപ്പെടെയുള്ളവർ സ്പെറ്റ്നാസ് അംഗങ്ങളാണ്. 1968 സോവിയറ്റ് യൂണിയൻ നടത്തിയ ചെക്കോസ്ലോവാക്യ അധിനിവേശത്തിലും 1956 ഹംഗേറിയൻ വിപ്ലവം അടിച്ചൊതുക്കുന്നതിലും സ്പെറ്റ്നാസ് നിർണായക പങ്കുവഹിച്ചു. 2014 ക്രൈമിയയുടെ പിടിച്ചടക്കലിലേക്ക് നീണ്ട റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ സ്പെറ്റ്നാസ് വലിയ പങ്ക് വഹിച്ചിരുന്നു. പുടിൻ ഭരണത്തിന് കീഴിൽ സ്പെറ്റ്നാസിൻ്റെ ലക്ഷ്യങ്ങൾക്ക് പുതുദിശകൾ വന്നു. ആയോധന പ്രവർത്തനങ്ങൾ കൂടാതെ രാഷ്ട്രീയ യുദ്ധം, ഇൻ്റലിജൻസ്, പ്രചാരണം തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ സ്പെറ്റ്നാസ് അംഗങ്ങൾ ഏറ്റെടുത്ത് നടത്തി തുടങ്ങി. 2014 മുതൽ തന്നെ യുക്രൈനിലെ ഡോൺബാസ് മേഖലയിൽ സ്പെറ്റ്നാസിൻ്റെ സാന്നിധ്യമുണ്ട്. നടന്നുകൊണ്ടിരിക്കുന്ന സിറിയൻ പ്രതിസന്ധിയിലും സ്പെറ്റ്നാസ് ഇടപെടുന്നുണ്ട്. 300-ലധികം സ്പെറ്റ്നാസ് യൂണിറ്റുകൾ ഇവിടെയുണ്ടെന്നാണ് കണക്കാക്കുന്നത്.